ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ ത്രില്ലർ സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരിക്കലും മരണമില്ലാത്ത കുറച്ച് പേര്, 4 പേര്. ഒരിക്കലും മരണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് ഇവർ മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിച്ചു വരികയായിരിക്കും. ഇമ്മോർട്ടൽസ് എന്ന് പറയാം. നൂറ്റാണ്ടുകളായി ജീവിച്ചു വരികയായിരിക്കും. മനുഷ്യന്മാർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ രക്ഷിച്ചുകൊണ്ട് പല മിഷനുകളും, പിന്നെ അതായത് എന്താ പറയുക, തീരെ അസാധ്യമായിട്ടുള്ള മിഷനുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്നൊക്കെ മനുഷ്യന്മാരെ, നമ്മുടെ ആൾക്കാരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരിക്കും. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുകയായിരിക്കും. അങ്ങനെ ഇവർക്കൊരു പുതിയൊരു മിഷൻ വരികയാണ്. ആ ഒരു മിഷന്റെ സമയത്ത് ഇവർ അവിടേക്ക് എത്തിപ്പെടുന്നു. കുറച്ച് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി, കുറച്ച് കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ കുട്ടികളുടെ ലൊക്കേഷൻ മനസ്സിലാക്കുകയും ഇവർ അങ്ങോട്ട് എത്തിപ്പെടുന്ന സമയത്ത് ഇവർ മനസ്സിലാക്കുകയാണ് ഇവരൊരു ട്രാപ്പിലാണെന്ന്, ഇവരൊരു കെണിയിൽ അകപ്പെട്ടു എന്നുള്ളത്. അവിടുന്ന് ഇവരെ കൊല്ലാൻ നോക്കുന്നതും പിന്നീട് ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണ് സിനിമയിൽ മൊത്തത്തിൽ കാണിച്ചു പോകുന്നത്. ഇവരെ പിടിക്കാൻ നോക്കുന്നത് ആരാണ്, എന്തിനു വേണ്ടിയാണ് ഇവരെ പിടിക്കുന്നത്, പിന്നെന്താ പറയുക, പിന്നെ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് 2 മണിക്കൂറിലെ ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ പേര് വരുന്നത് ദ ഓൾഡ് ഗാർഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 2020 നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത സിനിമയാണ്. ഒരു സൂപ്പർ ഹീറോ കോമിക് ബുക്കിനെ അടിസ്ഥാനമാക്കി എടുത്ത ഒരു സിനിമയാണ് ദ ഓൾഡ് ഗാർഡ് ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ആക്ഷൻ സിനിമ മാത്രമല്ല, ഇമോഷൻസിനും കൂടി കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമയാണെന്നുള്ളതാണ്. ആക്ഷൻസ് അടിപൊളി ആക്ഷൻസ് കൊറിയോഗ്രാഫിക്ക് അടിപൊളിയായിരുന്നു. പിന്നെ പെർഫോമൻസ് ഒക്കെ എടുത്ത് നോക്കാതെ എല്ലാവരും, കാസ്റ്റിംഗ് ഒക്കെ സൂപ്പറായിട്ട് തന്നെ, കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് അടിപൊളിയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഒരു കൈയടക്കത്തോടു കൂടി തന്നെ ആ ഒരു സിനിമ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാനുള്ള എല്ലാ ഒരു പ്ലാനിങ്ങും ഈ ഒരു സിനിമയിലൂടെ ഉണ്ട്. ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഹിന്റ് ഇട്ടുകൊണ്ടാണ് സിനിമ നിർത്തുന്നത്. എന്നാൽ സെക്കൻഡ് പാർട്ട്, അതായത് ഓൾഡ് ഗാർഡിന്റെ സെക്കൻഡ് പാർട്ട് പിന്നെ അണിയറയിലാണ്. ഈ വർഷം 2025 റിലീസ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്നാണ് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടില്ല. എന്നാലും ഒരു കിടിലൻ സിനിമയാണ്. ആക്ഷൻ സിനിമ പ്രേമികൾക്ക് എന്തായാലും ഒരു ഗംഭീര, എന്താ പറയുക, ഒരു വിരുന്ന് തന്നെയായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളത്. ഞാൻ പറഞ്ഞ ആക്ഷന് മാത്രം പ്രാധാന്യമില്ല, ഇമോഷൻസ്, ഇവർക്കിടയിലുള്ള ഇമോഷൻസിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സിനിമ എന്താ പറയുക, ആക്ഷൻ സിനിമ പ്രേമികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് ദ ഓൾഡ് ഗാർഡ് എന്ന സിനിമ. ഇതിനോടകം തന്നെ കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. ഓക്കെ, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ദ ഓൾഡ് ഗാർഡ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.